ഗൈസ്, അപ്പോൾ ന്യൂ ഇയർ ആയിട്ട് ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻസിലാണ്. ചേച്ചിയുടെ സ്പെഷ്യൽ ബിരിയാണി ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാണ്. എന്താടി പന്തുട്ടിക്ക് എന്താ പറയാനുള്ളേ? പന്തുട്ടി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നമുക്ക് ആദ്യം പേസ്റ്റ് അല്ല ചതയ്ക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനെയാണ് നമ്മൾ ആക്കി വെച്ചിട്ടുള്ളത്. ഓക്കെ, ചിക്കൻ നമ്മൾ ഒരു 2 kg ചിക്കനാണ് എടുത്തിട്ടുള്ളത്. 2 kg ബിരിയാണിയിലേക്ക് 2 kg ചിക്കൻ ഞങ്ങൾ അളവാണ് കേട്ടത്. അപ്പോൾ ഉള്ളി ഇവിടെ വാടി വന്നിട്ടുണ്ടെങ്കിൽ തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. ഞങ്ങൾ കോഴിക്കോടൻ സ്റ്റൈൽ ബിരിയാണി കോഴിക്കോടൻ ബിരിയാണി പ്രൊഫഷണൽ കുക്ക്. ഇനി തക്കാളി ഒന്ന് വാടണം. തക്കാളി ഇതേപോലെ ഒന്ന് കുഴഞ്ഞ് വാടി വരണം. അതാണ് എൻ്റെ പാകം. അപ്പം ഞങ്ങൾ പച്ചന പോലെ റെസിപ്പി ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാം. ബിരിയാണി ഒരു തട്ടിക്കൂട്ട് ബിരിയാണിയാണ് ഗൈസ്. ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി. കോഴിക്കോടൻ സ്റ്റൈൽ എന്ന് പറയാൻ പറ്റില്ല. കോഴിക്കോടൻ സ്റ്റൈൽ ഞങ്ങളതായ സ്റ്റൈലാണ്, പക്ഷെ തട്ടിക്കൂട്ട്. ഞങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കിയത്? ഈ തക്കാളി ഇനി നല്ലോണം വാടി വരണം. അപ്പൊ നമ്മള് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കൂലേ? അപ്പൊ സ്പൈസസ് നമ്മള് ചെറുതായിട്ട് പാത്രം മാറ്റി വെള്ളം തിളക്കണം. ആദ്യം ചോറ് ഗൈസ്, ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ രണ്ട് ടൈപ്പ് സ്റ്റൈലാണ് ഇവരെ രണ്ടാളത്. അപ്പൊ ഇവിടെ അടി നടക്കുന്നുണ്ട് ചെറുതായിട്ട്. അപ്പോ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് പാത്രം മാറ്റി. എന്താ വെച്ചാല് ചെറിയ പാത്രം സിമ്പിൾ ആയിട്ട് ഒറ്റ സെക്കൻഡിൽ ഞാൻ ബിരിയാണി ഇങ്ങനെ ഉണ്ടാക്കുക പറഞ്ഞുതരാം. ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ചതയ്ക്കുക. ഉള്ളിയും തക്കാളിയും വാട്ടിയിലേക്ക് ഇതൊക്കെ എല്ലാം കൂടെ ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ചപ്പ് സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. സ്പൈസസ് നമ്മൾ ബിരിയാണിയിൽ യൂസ് ചെയ്യേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെയാണ് ഇടേണ്ടത്. ഇതിൽ റൈസും ഗീയും മാത്രം, പിന്നെ കുറച്ച് ഇങ്ങനത്തെ സ്പൈസസും മാത്രം ഇട്ടാൽ മതി. ബാക്കിയെല്ലാം ഇതിലിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ചിക്കൻ സെപ്പറേറ്റ് വേവിക്കുക. അപ്പൊ മല്ലിച്ചപ്പിട്ട് ഒന്നും ചിക്കനൊക്കെ ഇട്ടിട്ടാണ് തൈര് ഒഴിക്കുക കേട്ടോ. ഗൈസ്, ഉപ്പ് വേണമെങ്കിൽ ഇട്ടാ മതി അവര് പറയണത്. അല്ല, ഉപ്പ് വേണം. അതല്ല, ഇത് നിങ്ങൾ വാട്ടി കഴിഞ്ഞ ചിക്കട്ടൂടി അതിലേക്ക് എല്ലാം വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് പിന്നെ ചിക്കൻ എന്തോളൂ. ഗൈസ്, അപ്പൊ ഉപ്പ് ഇടുകയാണ് അമ്മയ്ക്കാണ് ഉപ്പിന്റെ അളവൊക്കെ അറിയാം. എന്താ വെച്ചാൽ ഞങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോ കൂടിയും കുറഞ്ഞൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് മഞ്ഞപ്പൊടി ഇട്ട് ഇപ്പൊ അമ്മ വന്നിട്ട് നമ്മള് ബിരിയാണിയിൽ മുളക് പൊടി ഇടൂല കേട്ടോ. നമ്മള് പച്ചമുളകാണ് ഇടുക, മുളക് പൊടി ഇടൂല. ഇതാണ് കൈമ റൈസ് ആണ് ഞങ്ങൾ വാങ്ങിച്ചത്. കൈമ റൈസിന് നല്ലൊരു അരിയാണ്, നല്ല ചെറിയ അരിയാണ്. ഇത് വെന്ത് കഴിഞ്ഞാൽ നല്ല സെറ്റ് ആയിരിക്കും. അപ്പൊ ഇനി ഇത് കഴുകണം. അടുത്ത് ഇനി റൈസ് കഴുകിയിട്ട് റൈസ് വേവിക്കാൻ പോവാണ്. മെയിനായിട്ട് ബിരിയാണി വെക്കണത് ഞാൻ ഇങ്ങനെ സൈഡായിട്ട് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്, എന്താവും അറിയില്ല. നന്നായി വാടണം. ഞങ്ങൾ ഫസ്റ്റ് ആയിട്ടാണ് ബിരിയാണി ഉണ്ടാക്കണത് കേട്ടോ. ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കില്ല, വാങ്ങിക്കാലേ ഉള്ളൂ. സോ കോഴിക്കോട് സ്റ്റൈൽ ആവുമോ അല്ലെ വടകര സ്റ്റൈൽ ആവുമോ എന്ന് അറിയില്ല. അമീച്ചിയാണ് മെയിൻ ഷെഫ് എന്നാണ് പറയുന്നത്. മെയിൻ ഷെഫ് ആരായാലും കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടായാൽ മതി. ബിരിയാണി
അപ്പൊ ഗൈസ് ബിരിയാണി മസാല ഇടുക. ഇലകളൊക്കെ ഇനി മതിയാ? ആമിച്ചിന്റെ സ്പെഷ്യൽ ബിരിയാണി. എല്ലാ സ്പൈസസും കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് ഈ ഗ്രേവി ഉണ്ടാക്കുക. ഈ ഗ്രേവിയിലേക്കാണ് ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചിക്കൻ ഇതിൽ നിന്നിട്ട് വേവണം. ഞാനൊരു കാര്യം പറയട്ടെ, ഇനി ചിക്കൻ ഇട്ടിട്ട് അവിടെ നിന്ന് ആയിക്കോട്ടെ. ഇനി അതിന് വെറുപ്പിക്കേണ്ടതാണ് ആയിക്കോട്ടെ. ആമീച്ചി പറയുന്നത് ചിക്കൻ നമ്മൾ ഓവർ വെറുപ്പിക്കേണ്ട. അപ്പൊ ചിക്കൻ ഫസ്റ്റ് തന്നെ ചിക്കൻ ഇട്ടിട്ട് അവിടെ നിന്നോ. ബിരിയാണിയിൽ ഇപ്പൊ ലാസ്റ്റ് ചിക്കനേ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. എന്താ വെച്ചാല് ചിക്കൻ ഇടാൻ ആരും സമ്മതിക്കുന്നില്ല. സോ ഇവിടെ ഇപ്പൊ നിലവിൽ ഇപ്പൊ ആർക്കും അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എന്താവുന്നുള്ളത് അറിയില്ല. നമ്മളിനി കുറച്ച് ലെമൺ പിഴിയാണ്. എന്തില്? റൈസിന് കുറച്ച് ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ് എന്തിനാ വെച്ചാല് റൈസ് ഒട്ടി പോവാണ്ടിരിക്കാൻ വേണ്ടിട്ട്. റൈസ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നല്ല ടേസ്റ്റിൽ കിട്ടും. അപ്പൊ അപ്പൊ ചിക്കൻ ഇട്ടിട്ടോ നമ്മളിനി ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യാൻ പോവാണ്. സോ ചിക്കൻ ഇട്ടിട്ട് മിക്സ് ചെയ്യണം. ചിക്കൻ വാട്ടറൊക്കെ ഇതിന് മിക്സ് ചെയ്യാൻ പറഞ്ഞാൽ കുറച്ച് ശക്തിയുള്ള ആൾക്കാർക്കേ പറ്റുള്ളൂ. ഐ തിങ്ക് സ്റ്റിഫായിട്ടുള്ള ആൾക്കാർക്കേ പറ്റുള്ളൂ. അപ്പൊ നമ്മള് റൈസ് ഉണ്ടാക്കണ വെള്ളത്തില് ലെമണൊക്കെ പിഴിഞ്ഞു. ഞാൻ റൈസിലിടാൻ വേണ്ടിട്ട് പറ്റിച്ചു. അപ്പൊ ഇത് ആയിക്കൊണ്ടിരിക്കുകയാണ്. കുരു വീണുപോയി. സോ ഇളക്കി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ നല്ലോണം മിക്സ് ചെയ്യണം. അപ്പോഴേ ഉള്ളൂ എല്ലാ ചിക്കനിൽ ഈ മസാലയൊക്കെ പിടിക്കുക. ഇനി ചിക്കൻ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്, ഞാൻ പറയാൻ മറന്നുപോയി. ചിക്കനിന് ഓട്ടോമാറ്റിക് ആയിട്ട് വെള്ളം ഇറങ്ങും. നമ്മുടെ എക്സ്ട്രാ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. എന്റെ ഓഡിയോ ഞാൻ കട്ടാക്കലേ. എന്തുകൊണ്ട്? അരി ഇടുന്നത് ആരാന്നറിയോ? ശ്രേയ പേര് ക്ലിയർ ആവില്ല. ശ്രേയ മക്കളെ ഇത് അടി പിടിച്ചു അടി പിടിച്ചപ്പോഴും പെട്ടെന്ന് ഞാൻ പോകാൻ തോന്നി. ഓയിലിന്റെ ഇത് കണ്ടിട്ടല്ലേ നമുക്ക് അരി ആ അടുപ്പത്തേക്ക് ഇത് മാറ്റേണ്ടി വരുമോ ആന്റി? പോയി തളച്ചിട്ട് അടുപ്പത്തെ കിട്ടാൽ അതൊന്നും ആവൂലല്ലേ. ബിരിയാണി ആവുന്നാണ് നമ്മളൊരു അതന്നെ. ഇത് ബിരിയാണി ആയില്ലെങ്കിൽ ഇത് അമീച്ചിയുടെ സ്പെഷ്യൽ ബിരിയാണിയാണ്. അയ്യോ എന്ത് സൗമ്യമായ വർപ്പാനാണ്. എന്നിട്ട് കേക്കട്ടെ ബാക്കി. അമീച്ചി ഇനി ഇവിടെ നിന്ന് ട്രൈ ചെയ്തിട്ട് ഇനി ഓളെ അരീക്കാട് പോയി ഉണ്ടാക്കുന്ന പറയണത്. എന്നിട്ട് പറയും അവിടെ നിന്ന് അമ്മായിമ്മേനൊക്കെ ഇംപ്രസ് ചെയ്യിപ്പിക്കുക. മൈ ഗോഡ് എന്താണ് ഇത്? പക്ഷെ നന്ദുട്ടീൻ്റെ ആണ് ബിരിയാണി അല്ലേ? അതെല്ലാവരും അറിയിക്കട്ടെ. ഇങ്ങനെ ലെയർ ആയിട്ടല്ലേ ഇടുക? എങ്ങനെ ലെയർ മസാല പിന്നെ ഒന്നുകൂടി മസാല ഇടണ്ട? ഇല്ല വേണ്ട, അങ്ങനെ ഇടൂലല്ലോ അല്ലേ? ചിക്കൻ അടിയിന്ന് വേവണം. ദമ്മിടുമ്പോ ഇത് ചോറ് ഓൾറെഡി വെന്തോണ്ട് ഇത് ചോറിന് ഇനി വലിയ വേവ് കാര്യങ്ങൾ ഉണ്ടാവില്ല. ഒന്ന് ആവിയിൽ വേവാനുള്ള ആ ഒരു ഇതേ ഉണ്ടാവുള്ളൂ. എന്തായാലും കോമഡി ആവും ഇപ്പം അത്. ഇതിന്റെ മുകളിൽ എപ്പോഴാ റോസ് വാട്ടർ വയ്ക്കുക? റോസ് വാട്ടർ സംഭവം എന്താ ഒന്ന് അഭിന്തേണ്ടി വന്നില്ലേ? അങ്ങനെ ഫൈനലി റൈസ് ഫുൾ ഇട്ട് ഫ്രൈഡ് ഓണിയൻ ഇടാൻ പോവാണ് നമ്മൾ. ഫ്രൈഡ് ഓണിയൻ. അയ്യോ എടുത്ത് അതിന് പുറത്തേക്ക് എടുത്ത് സാധനം കവർ അതിലേക്ക് വീണു. നമ്മൾ ചപ്പ് ഇടുകയാണ്, മല്ലിച്ചപ്പ്. ഇങ്ങനെയാണ് മല്ലിച്ചപ്പ് ഇടുക. തന്നെ എന്റെ വോയിസ് റെക്കോർഡ് ആയിരിക്കും ഇതിൽ കട്ട് ചെയ്യേണ്ടി വരിക മിക്കവാറും. കരിയിപ്പിക്കല്ല എന്റെ കുഞ്ഞാറ്റ, അങ്ങനൊരു പണി ഏൽപ്പിച്ചാല് എനിക്കിത് ഉണ്ടാക്കാൻ എനിക്ക് അറിയില്ല. വേണ്ട അങ്ങനെ ഇടണ്ടല്ലോ. അയ്യോ കൈ കൊണ്ട്
അണ്ടിമുന്തിരി. പിന്നെ ഇനി അതിലേക്ക് നമുക്ക് ഇത്തിരി നെയ്യ് ഒഴിച്ചെടുക്കാം. ചോറ് ചൂടാറി പിന്നെ കാവ്യ നേരം ഓക്കെ, ഫുള്ളപ്പം ഒഴിച്ച് നമുക്ക് ലേശം ഓയിൽ റൈസിൽ നമ്മൾ ഓൾറെഡി അത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ വേണ്ട വേണ്ട. ദമ്മ് തുറന്ന് നോക്കാം. ഇത് എങ്ങനെ ആയിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് റൈസ് ഓവർ കുക്കൊന്നും ആയ പോലെ തോന്നുന്നില്ല. പാകമാണ് അല്ലേ? അങ്ങനെ മറക്കല്ല ചെയ്യല്ലേ? ആണോ? എല്ലാം ആരാ ഉണ്ടാക്കിയ നോക്കിയാ പോലെ ഷെഫ് മൈസൂർ വിത്ത് ഇവര് രണ്ടാളും കൂടെ ഉണ്ടാക്കിയ മിക്സ്. അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഞങ്ങൾ ബിരിയാണി ഒക്കെ സെറ്റ് ആക്കി എല്ലാരും എത്തി. ഇതാണ് അപ്പൊ എന്റെ സൗണ്ട് ഒക്കെ കട്ട് ചെയ്താലും ഞങ്ങളെ കോഡ് ഞങ്ങളെ ഗ്യാങ് ബാച്ച് മൂത്തവൻ ന്യൂ ബാച്ച് ഗണപതി